ലോകമെമ്പാടും വരുന്ന ഈ തത്സമയം കാണുന്ന എല്ലാ പ്രേക്ഷകരെയും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നു. അവിടെ ഡോക്ടർ കെ അരുൺകുമാറിന്റെ പത്രത്തിൽ കണ്ടതുമായി നമുക്കൊപ്പം ചേരാൻ. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ് അഗെയിൻ. പത്രത്തിലൊക്കെ ഇഷ്ടംപോലെ വാർത്തകൾ കാണുമല്ലോ ഇന്ന് മിക്കവാറും ഈ ബുധനാഴ്ചയിൽ. ഓവർ ടു യു ഫോർ പത്രത്തിൽ കണ്ടത്. തീർച്ചയായും SKN. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ലീഡുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് നിയന്ത്രണങ്ങളോടുകൂടി ആരാധനാലയങ്ങൾ തുറന്നുകൊടുത്ത തീരുമാനം. അത് ഇന്നലെയാണ് നടപ്പിൽ വന്നത്. പല ക്ഷേത്രങ്ങളും തുറന്നുകൊടുത്തെങ്കിലും വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്കൊന്നും കാണാൻ സാധിച്ചില്ല എന്നാണ് പത്രങ്ങൾ പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ നടയിലെ ത്രില്ലർ സ്കാനറുടെ ചിത്രങ്ങളടക്കം എല്ലാ പത്രങ്ങളും ആദ്യ പേജിൽ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി വന്നത് അതിഥി തൊഴിലാളികൾക്കെതിരായിട്ടുള്ള എല്ലാ കേസുകളും, ലോക്ക്ഡൌൺ ലംഘനത്തിന്റെ കേസുകളും ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതും 15 ദിവസത്തിനകം അവരെ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് തിരികെ എത്തിക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവുമുണ്ട്. മറ്റൊന്ന്, മുൻ രഞ്ജി ക്രിക്കറ്റ് താരമായ ജയമോഹൻ തമ്പിയുടെ മരണം അത് മകൻ ആണ് കൊലപ്പെടുത്തിയത് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ആ വാർത്തയും പത്രത്തിൽ ആദ്യ പേജുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അഞ്ജു ഷാജിയുടെ മരണവും പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുണ്ട് പത്രങ്ങൾ. നമുക്ക് ആദ്യം മാതൃഭൂമിയിൽ നിന്ന് തുടങ്ങാം. മാതൃഭൂമിയിൽ മറ്റൊരു പത്രത്തിൽ വരാത്ത ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലാണ് പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്നത്. അതിരപ്പള്ളിയുടെ വാർത്തയാണ്. അതിരപ്പള്ളി പദ്ധതിക്ക് പച്ചക്കുടി കിട്ടിയിരിക്കുന്നുവെന്നാണ് മാതൃഭൂമി പത്രം എക്സ്ക്ലൂസീവായി തന്നെ ആ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി ആദ്യ പേജിൽ നൽകിയിരിക്കുന്നത്. 1979 ആലോചിച്ച പദ്ധതിയാണ്. CPI-യുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും എതിർപ്പിനെ തുടർന്ന് പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിന് കിട്ടിയ എല്ലാ ക്ലിയറൻസുകളും NOC-കളും റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ വീണ്ടും പരിസ്ഥിതിക്കും സാമ്പത്തിക പഠനത്തിനും വേണ്ടിയുള്ള NOC സർക്കാർ നൽകിക്കഴിഞ്ഞു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിരപ്പള്ളിക്ക് പച്ചക്കുടി എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. ജലവൈദ്യുത പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ KSEBക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. സാങ്കേതിക, സാമ്പത്തിക, പാരിസ്ഥിതിക അനുമതിക്കായുള്ള നടപടി വീണ്ടും തുടങ്ങാൻ NOC അനുവദിക്കാനും തീരുമാനിച്ചു. 7 വർഷ കാലാവധി, 7 വർഷത്തേക്കായിരിക്കും സർക്കാരിന്റെ അനുമതി എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പരിസ്ഥിതിവാദികൾ 200 ഹെക്ടർ ഏക്കർ വനം നശിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. ആ വിമർശനം കൂടി പത്രം ആദ്യ പേജിൽ നൽകുന്നു. മറ്റൊന്ന്, ആരാധനാലയങ്ങൾ ഇന്നലെ തുറന്നതുമായി ബന്ധപ്പെട്ട വാർത്ത എല്ലാ ചാനലുകളും കാണിച്ചിരുന്നു. ഈ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടുകൂടി ആദ്യ പേജിൽ നൽകുന്നു. മാതൃഭൂമിയിലെ കാഴ്ച, ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം കാർമഹിൽ ആശ്രമ കവാടത്തിൽ കുർബാനയിൽ പങ്കെടുക്കാനെത്തിയ വിശ്വാസിയുടെ ശരീരോഷ്മാവ് പരിശോധിക്കുന്ന ദൃശ്യമാണ് ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. ആരാധനാലയങ്ങൾ തുറന്നു എന്ന തലക്കെട്ടോടെ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, അതിഥി തൊഴിലാളികൾക്കെതിരായ കേസുകൾ പിൻവലിക്കണം എന്ന വാർത്തയും മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടുകൂടി ആദ്യ പേജിൽ നൽകിയിരിക്കുന്നു. തൊഴിലാളികളെ 15 ദിവസത്തിനകം നാട്ടിലെത്തിക്കണം, പദ്ധതികൾ അറിയിക്കാൻ ഹെൽപ്പ് ഡെസ്ക് തുറക്കണം എന്നിങ്ങനെയാണ് പത്രം ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്നലെ വൈകുന്നേരം സാമൂഹിക മാധ്യമങ്ങളും ചാനലുകളും സംപ്രേഷണം ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിവാഹിതയാകുന്ന വാർത്തയാണ്. അതിലെന്താണ് വാർത്ത എന്ന് ചോദിച്ചാൽ, വരൻ മുഹമ്മദ് റിയാസ് ആണ്. അദ്ദേഹം DYFI-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത്. മാതൃഭൂമി പത്രം ആദ്യ പേജിൽ തന്നെ റിയാസിന്റെയും വീണയുടെയും ചിത്രസഹിതം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്നലെ സംസ്ഥാനത്ത് 91 പുതിയ കോവിഡ് രോഗികൾ സ്ഥിരീകരിച്ച വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ഇനി മാധ്യമത്തിലേക്ക് വന്നാൽ, മാധ്യമത്തിലെ പ്രധാനപ്പെട്ട വാർത്ത അധിക ബസ് നിരക്ക് വാങ്ങാം എന്ന വാർത്തയാണ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി ഇന്നലെ ലോക്ക്ഡൌണിനിടെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിരുന്നു. അത് പിന്നീട് ലോക്ക്ഡൌണിന് ശേഷം ഈ സർക്കാർ ഇളവ് നൽകി. ആ ഇളവ് നൽകിയതിനെ, അഥവാ ചാർജ് വർധനവ് പിൻവലിച്ചതിനെതിരായി ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. വലിയ രീതിയിൽ, ഉയർന്ന രീതിയിലുള്ള ചാർജ് വർധനവ് വാങ്ങാമെന്നാണ് ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശിച്ചത്. അധിക നിരക്ക് വാങ്ങാം. ഈ വാർത്ത മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ KSRTC ഇതേ സമയത്ത് നിരക്ക് കൂട്ടില്ല എന്നുകൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരക്ക് കുറച്ച സർക്കാർ ഉത്തരവിന് 4 ആഴ്ച ഹൈക്കോടതി സ്റ്റേ എന്നാണ് മാധ്യമം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിൽ രോഗികളുടെ എണ്ണവും മരണത്തിന്റെ എണ്ണവും കൂടുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു എന്ന് മാധ്യമം പത്രം ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിനേന രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഒരാഴ്ചയായി 10,000-നോട് അടുക്കുന്നു എന്നാണ് മാധ്യമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഗ്രാഫും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുകയും ചെയ്യുന്നു. മറ്റൊന്ന്, പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ വേദനയോടുകൂടി കേട്ട വാർത്തയായിരുന്നു നിധിന്റെ മരണം. മകനെ, കുഞ്ഞ് പ്രസവിക്കുന്നത്, കുഞ്ഞിനെ കാണാൻ വേണ്ടി കാത്തിരുന്ന നിധിന് ആതിരയുടെ അടുത്തേക്ക് എത്തേണ്ടി വന്നത് ജീവച്ഛവമായിട്ടാണ് ആ വാർത്ത പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛൻ പോയതറിയാതെ
അറിയാതെ ആ പിഞ്ചോമിന പിറന്നു എന്നാണ് പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നിതിന്റെ മൃതദേഹം ഇന്ന് എത്തിക്കുമെന്നും മാധ്യമപത്രം പറയുന്നു. കേരള കൗമുദിയുടെ ആദ്യ പേജിലേക്ക് വന്നാൽ കേരള കൗമുദിയുടെ പ്രധാനപ്പെട്ട ലീഡ് ചാർജ് വർധനവ് പിൻവലിക്കരുത്, ചാർജ് വർധനവ് നിലനിൽക്കും എന്ന ഹൈക്കോടതി ഉത്തരവ് തന്നെയാണ് പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്നത്. ബസ് ചാർജ് കുറച്ചതിന് ഹൈക്കോടതി സ്റ്റേ, കൂട്ടിയ നിരക്കിൽ ഓടാം എന്നാണ് പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യ പേജിൽ തന്നെയുള്ള ദൃശ്യം തീർത്ഥമല്ല സാനിറ്റൈസർ എന്ന അടിക്കുറിപ്പോടുകൂടി തിരുവനന്തപുരത്ത് PMGയിലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലുള്ള ദർശനത്തിന് വന്ന ഭക്തയുടെ കൈകളിലേക്ക് സാനിറ്റൈസർ പതിക്കുന്ന ദൃശ്യം പത്രം ആദ്യ പേജിൽ ഇടതുവശത്തായി പ്രാധാന്യത്തോടു കൂടി നൽകുകയും ചെയ്യുന്നു. നിധിൻ പോയതറിയാതെ ആതിര അമ്മയായി എന്ന തലക്കെട്ടിൽ ലോക്ക്ഡൌണിൽ വിദേശത്ത് കുടുങ്ങിയ ആതിരയുടെ ഭർത്താവ് നിധിൻ മരിച്ച വാർത്ത, ആതിര ഇന്നലെ കുഞ്ഞിന് ജന്മം നൽകിയ വാർത്തയും കലാകൗമുദി ആദ്യ പേജിൽ തന്നെ നൽകുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്ക് റിയാസ് വരൻ എന്ന വാർത്തയും കേരള കൗമുദി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. ദേശാഭിമാനി ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട ലീഡാക്കി നൽകിയിരിക്കുന്നത്. കേരളത്തിലെ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ അഴിച്ചുപണിയും മാറ്റവും വരുന്നുവെന്നാണ് ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ക്ലാസ് റൂം പ്ലസ് ഓൺലൈൻ എന്ന സംവിധാനത്തിലായിരിക്കും ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുക എന്നതാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. സർവകലാശാല പഠനം മാറുന്നു. ശുപാർശ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെതാണ്. സെമസ്റ്ററുകൾ വിവിധ സർവകലാശാലകളിൽ പഠിക്കാം. വിവിധ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച സമിതിയുടേതാണ് ഈ പ്രധാനപ്പെട്ട നിർദ്ദേശം. അതായത് കേരള സർവകലാശാലയിൽ ഒരു കോഴ്സിന്റെ ഒരു സെമസ്റ്റർ പഠിച്ചാൽ അതേ കോഴ്സ് മറ്റൊരു സർവകലാശാലയിലുണ്ടെങ്കിൽ അടുത്ത സെമസ്റ്റർ അവിടെ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകുതി എത്ര വേണം ക്ലാസ് റൂം, എത്ര വേണം ഓൺലൈൻ എന്നുള്ളത് അതാത് സർവകലാശാലകൾക്ക് തീരുമാനിക്കാം. അതായത് ലോക്ക്ഡൌണിന്റെ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയത് താൽക്കാലികമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അത് താൽക്കാലികമല്ല. സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം ഓൺലൈൻ പ്ലസ് ക്ലാസ് റൂം എന്ന രീതിയിൽ വരാൻ പോകുന്നുവെന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പത്രം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു. ടെന്യൂവർ ട്രാക്ക് എന്ന് പറയുന്ന സംവിധാനം വരും. കോളേജ് അധ്യാപകർക്കും സർവകലാശാല അധ്യാപകർക്കും ഒരു നിശ്ചിത പീരീഡിലുള്ള പ്രൊബേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരെ സ്ഥിര നിയമനം നടത്തൂ. ഇപ്പോഴും സാങ്കേതികമായി അങ്ങനെയാണെങ്കിലും 5 വർഷത്തേക്കായിരിക്കും കരാറടിസ്ഥാനത്തിൽ ആദ്യ നിയമനം എന്ന് കൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ലോക്ക്ഡൌൺ ഇളവിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രം തുറന്നപ്പോൾ ദർശനത്തിനെത്തിയ ഭക്തയുടെ താപനില പരിശോധിക്കുന്ന സുരക്ഷാ ജീവനക്കാരിയുടെ ദൃശ്യം കൂടി ദേശാഭിമാനി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം മുൻ രഞ്ജി താരത്തിന്റെ കൊലപാതകം, മകൻ അറസ്റ്റിൽ എന്ന വാർത്ത കൂടി പത്രം ആദ്യ പേജിൽ പ്രസിദ്ധീകരിക്കുന്നു. കിഴക്കൻ ലഡാക്കിലെ സേനാ പിന്മാറ്റത്തിന്റെ വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. വീക്ഷണത്തിലേക്ക് വന്നാൽ വീക്ഷണത്തിലെ പ്രധാനപ്പെട്ട വാർത്ത സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ് എന്നുള്ളതാണ്. ബിവിക്കോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ വീണ്ടും പ്രതിക്കൂട്ടിലാവുന്നു എന്ന തരത്തിലാണ് വീക്ഷണപത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ്, ബിവിക്കോയിൽ കുരുക്ക് മുറുകുന്നു എന്നാണ് പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നടപടിക്രമങ്ങൾ പരിശോധിക്കുമെന്ന് കൂടി പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്ര സർക്കാരിനെ പിഴച്ചിട്ടുണ്ടാകാം എന്ന അമിത്ഷായുടെ ഏറ്റുപറച്ചിൽ കൂടി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. കോവിഡ് പ്രതിരോധത്തിൽ രാജ്യത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടാകാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിഥി തൊഴിലാളികളുടെ വിഷയത്തിലും പാളിച്ചയുണ്ടായിട്ടുണ്ടാവാം എന്ന് അമിത്ഷാ പറയുന്നു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന്, മംഗളം പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത കൂട്ടി കുറച്ചു സ്റ്റേ എന്ന തലക്കെട്ടിൽ കൂട്ടിയ ബസ് ചാർജ് ഈടാക്കാം എന്ന വാർത്തയാണ് മംഗളം പത്രം ആദ്യ പേജിൽ നൽകുന്നത്. ഇതിലെ 3 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും പത്രം പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്ന്, ലോക്ക്ഡൌൺ ഇളവുകളുടെ ഭാഗമായി ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് കൊച്ചി പള്ളിയറക്കാവ് ദേവീക്ഷേത്രത്തിലെത്തിയ ഭക്തർ. മറ്റൊന്ന്, ക്ഷേത്രം തുറന്നു കൊടുക്കാത്തത് കൊണ്ട് മട്ടാഞ്ചേരി തിരുമല ദേവസ്വം ക്ഷേത്രത്തിന് പുറത്ത് നമസ്കരിക്കുന്ന ഭക്തൻ. മറ്റൊന്ന്, ഗുരുവായൂർ താപനില പരിശോധിക്കുന്ന സുരക്ഷാ ജീവനക്കാരനും ഭക്തയുടെയും ചിത്രം കൂടി പത്രം പങ്കുവയ്ക്കുന്നു. മംഗളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ലീഡ്, അതിർത്തിയിൽ ചൈന പിന്മാറുന്നു എന്ന വാർത്ത ആദ്യ പേജിൽ തന്നെ മംഗളം പ്രസിദ്ധീകരിക്കുന്നു. സൈനിക നയതന്ത്ര തലങ്ങളിൽ സംഭാഷണ തുടർച്ചയ്ക്ക് വഴിയൊരുക്കി ചൈനയും ഇന്ത്യയും ഗാൽവൻ കുന്നുകളുടെ പരിസരത്ത് നിന്നും പാങ്ങോങ് തടാകത്തിന് തീരത്ത് നിന്നും മാറുന്നു എന്ന വാർത്തയാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം കുടിയേറ്റ തൊഴിലാളികളെ 15 ദിവസത്തിനകം നാട്ടിലെത്തിക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവും പത്രം നൽകുന്നു. ജന്മഭൂമിയിലേക്ക് വന്നാൽ ജന്മഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യയുടെ കടുത്ത നിലപാടിനെ തുടർന്ന് ലഡാക്കിൽ നിന്ന് ചൈന പിന്മാറുന്നു എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. രാഹുലിനെതിരെ മുൻ സൈനിക മേധാവിമാർ പറഞ്ഞ വാർത്തയും ഒപ്പം ജന്മഭൂമി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അതിർത്തിയിൽ സംഘർഷം അനുവദിക്കില്ലെന്നും ഒരു തരത്തിലുള്ള കയ്യേറ്റവും പൊറുക്കില്ലെന്നുമുള്ള ഇന്ത്യയുടെ കടുത്ത നിലപാടിനെ തുടർന്ന് ലഡാക്കിൽ നിന്ന് ചൈനീസ് സൈന പിന്മാറി തുടങ്ങിയെന്നാണ് ജന്മഭൂമി ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി
കലാകൗമുദിയിലേക്ക് വന്നാൽ, കേരളകൗമുദിയല്ല കലാകൗമുദിയിലേക്ക് വന്നാൽ, കലാകൗമുദിയുടെ പ്രധാനപ്പെട്ട ലീഡ് നിരീക്ഷണത്തിൽ 97% പ്രവാസികളാണ് എന്ന ഒരു കണക്കാണ് കലാകൗമുദി പത്രം പങ്കുവച്ചിരിക്കുന്നത്. പുറത്തുനിന്നെത്തിയ 1,98,232 പേർ, അവർ മൊത്തം കേരളത്തിൽ കോവിഡ് നിരീക്ഷണത്തിലുള്ളവരിൽ 97% വരും എന്ന് പത്രം പറയുന്നു. കിഴക്കൻ ലഡാക്കിലെ ചുഷ്കൽ മോൾഡോ മേഖലയിൽ നിന്ന് പിന്മാറുന്ന ഇന്ത്യ ചൈന സേനകളുടെ ദൃശ്യം കൂടി പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് വന്നാൽ, ഇംഗ്ലീഷ് പത്രങ്ങളുടെ പ്രധാനപ്പെട്ട തലക്കെട്ട് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്ന്, നിയന്ത്രണ രേഖയിൽ നിന്ന് ചൈനീസ് സൈന്യവും ഒപ്പം ഇന്ത്യൻ സൈന്യവും പിന്മാറുന്ന വാർത്ത തന്നെയാണ് പ്രധാനമായിട്ടും ലീഡാക്കിയിരിക്കുന്നത്. പാർഷ്യൽ ഡിസെൻഗേജ്മെന്റ് ഓൺ LAC ഓൺ ഈവ് ഓഫ് ടോക്സ്. വീണ്ടും ചർച്ചകൾ തുടരാനും ചർച്ചകളുടെ ഭാഗമായി അതിർത്തി നിയന്ത്രണ രേഖയിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഡീഎസ്കലേഷൻ ഇൻ ഗാൽവൻ വാലി ആൻഡ് ഹോട്ട് സ്പ്രിംഗ്സ് ബട്ട് ഇംപീസ് ഓൺ അറ്റ് ഫിംഗർ 4. ഫിംഗർ 4ൽ ഇപ്പോഴും ചെറിയ തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യതയുണ്ടെന്നും സേനയുടെ പിന്മാറ്റത്തെക്കുറിച്ച്, ഫിംഗർ 4ൽ നിന്നുള്ള പിന്മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നിട്ടില്ലെന്നുമാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം ഒരു ഭക്തൻ നിൽക്കുന്ന ദൃശ്യം കൂടി പത്രം പങ്കുവയ്ക്കുന്നുണ്ട്. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ മനമുരുകി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ ചിത്രം കൂടി ആദ്യ പേജിൽ തന്നെ പത്രം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നാൽ, ടൈംസ് ഓഫ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാർത്ത, ഷ്രൈൻ റീഓപ്പൺ ബട്ട് ഫെയ്ത്ത്ഫുൾ ഓപ്റ്റ് ഫോർ വർഷിപ്പ് ഫ്രം ഹോം. ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ ലോക്ക്ഡൌണിന്റെ ഇളവുകളുടെ ഭാഗമായി ഭക്തർക്ക് തുറന്നു കൊടുത്തു. പക്ഷേ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് പോലെ ഭക്തർ കൂടുതലായും വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിച്ചത് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. 288ഓളം ആളുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നലെ ദർശനത്തിനെത്തുമെന്ന് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും 88 ഭക്തർ മാത്രമാണ് എത്തിയതെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എറണാകുളത്തെ ക്ഷേത്രത്തിന്റെ ഒരു ദൃശ്യം കൂടി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കണക്ക് കൂടി ടൈംസ് ഓഫ് ഇന്ത്യ നമ്മുടെ മുന്നിൽ നൽകുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കോവിഡ് രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവാസികളുടെ കണക്കെടുക്കുമ്പോൾ 63% പ്രവാസികളും കേരളത്തിലേക്ക് എത്തിയത് കേവലം 6 ജില്ലകളിൽ മാത്രമാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ കലാകൗമുദി റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ മൊത്തം കോവിഡ് നിരീക്ഷണത്തിലുള്ളവരുടെ 97% പ്രവാസികളാണ്. ഇതിൽ തന്നെ 63% 6 ജില്ലകളിൽ മാത്രമാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എഡിറ്റോറിയലുകളിലേക്ക് വന്നാൽ, മാതൃഭൂമി പത്രത്തിന്റെയും കലാകൗമുദി പത്രത്തിന്റെയും എഡിറ്റോറിയലുകളിൽ കൂടി നമുക്ക് വളരെ വേഗം പോകാം. മാതൃഭൂമി പത്രത്തിന്റെ ഉൾപേജിലെ എഡിറ്റോറിയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ധന വിലയിലെ തീവെട്ടിക്കൊള്ള എന്നുള്ളതാണ് പത്രം ഇന്ന് എഡിറ്റോറിയലൈസ് ചെയ്തിരിക്കുന്നത്. ലിറ്ററിന് 18 രൂപ മാത്രമുള്ള പെട്രോളിന് ഒരു സാധാരണ ഉപഭോക്താവ് നൽകേണ്ടി വരുന്നത് 73 രൂപ 16 പൈസയാണ്. ഇതിൽ തീവെട്ടിക്കൊള്ള നടക്കുന്നുവെന്നാണ് പത്രം എഡിറ്റോറിയലൈസ് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് ദിവസവും വില മാറ്റാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ വിലക്കുറവിന്റെ നേട്ടം ജനങ്ങളിലേക്ക് എത്തണം എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തത്. ബാക്ക് ടു യു, SK. താങ്ക് യു ഡോക്ടർ അരുൺ.